ഫുഅല് അതും ഏതന്നെയാണ്? ലർഫ് സമാനാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. നിംതു ഞാൻ ഉറങ്ങി, ബഅദ നൗമിക നീ ഉറങ്ങിയതിന്റെ ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. നിംതു നാമ നാമ നാമു നാമത്ത് നാമത്താ നിംത നിംതുമാ നിംതും നിംതു ഞാൻ ഉറങ്ങി, ബഅദ നൗമിക നീ ഉറങ്ങിയതിന് ശേഷം. നിംതു ഫീല് ഫായില്, ബഅദ ലർഫ് മുളാഫ് മഫ്ഊലു ഫീഹി പ്ലസ് മുളാഫ്, നൗമി മുളാഫുൻ ഇലൈഹി പ്ലസ് മുളാഫ്, ക വീണ്ടും മുളാഫുൻ ഇലൈഹി. അതും ലർഫ് സമാനാണ്. ഏതാണ്? ലർഫ് സമാൻ. ലർഫ് സമാൻ. ഞാൻ നോക്കിക്കോളി. മശൈതു ഞാൻ നടന്നു, മീലൻ ഒരു കിലോമീറ്റർ, ഒരു കിലോമീറ്ററോളം ഞാൻ നടന്നു. അത് ലർഫ് ലർഫ് ഏതാണത്? മക്കാനാണ്. ഒരു കിലോമീറ്റർ സ്ഥലം. ജലസ്തു അപ്പൊ മീലൻ നാട്ടോ ഒരു കിലോമീറ്റർ, അതാണ് ലർഫ് മഫ്ഊലു ഫീഹി. ജലസ്തു ഞാൻ ഇരുന്നു, ഇന്ദൽ മുദീരി ആരടുക്കല്? മുദീറിന്റെ അടുക്കൽ, അതും ലർഫ് മക്കാന. മുദീറിന്റെ അടുത്ത സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? ഇരുന്നു. അപ്പൊ ഇന്ദ ലർഫ് മുളാഫ് മഫ്ഊലു ഫീഹി, അൽ മുദീരി മുളാഫുൻ ഇലൈഹി. പിന്നെ നിംതു ഞാൻ ഉറങ്ങി, തഹ്ത ഷജറത്തിൻ ഒരു മരത്തിന്റെ താഴെയാണ് ഞാൻ ഉറങ്ങിയത്. നിംതു ഫീല് ഫായില്, തഹ്ത ലർഫ് മുളാഫ് മഫ്ഊലു ഫീഹി, ഷജറത്തിൻ മുളാഫുൻ ഇലൈഹി. ലർഫു മക്കാനിൻ ഈ പറഞ്ഞതൊക്കെ ഏതാണ്? ലർഫു മക്കാനാണ്. മീലൻ, ഇന്ദ, തഹ്ത ഇതൊക്കെ ലർഫു മക്കാന. ബഅ്ളുൽ ളുറൂഫി ചില ലർഫുകൾ, മബിനിയത്തുൻ ഏതാണ്? മബിനിയാണ്. എന്താ മബിനി പറഞ്ഞ? മാറ്റം വരാ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഏതുണ്ടാകൂല? മാറ്റം ഉണ്ടാവൂല, ഒരു കാലത്തും ഉണ്ടാവൂല. അതിൽ പെട്ട തന്നെയാണ് ലർഫ്. ഇന്ദ, തഹ്ത അതിൽ പെട്ടല്ല. ചിലപ്പോ തഹത്തി എന്ന് പറയലുണ്ട്. മിൻ തഹത്തി ഹൽ അൻഹാർ, അവിടെ കണ്ടോ തഹത്തി എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതിൽ പെടൂല. ചില ലർഫുകൾ എന്നും അഭിനയിക്കാരം. ഉദാഹരണം ബഅ്ളുൽ ളുറൂഫി ചില ലർഫുകൾ, മബിനിയത്തുൻ അത് മബിനിയാണ്. മിൻഹ ആ മബിനിയായ ലർഫുകളിൽ പെട്ടതാണ് മത്താ. ഏത് ലർഫ്? മത്താ എന്ന് പറയുന്ന ലർഫ്. മത്താ ഖറജ്ത ഏത് സമയത്താണ് നീ പുറപ്പെട്ടത്? കണ്ടോ? മത്താ എപ്പോഴാണ്, ഏത് സമയത്താണ്, ഖറജ്ത നീ പുറപ്പെട്ടത്. അപ്പൊ മത്താ എന്ന് പറഞ്ഞത് ഇവിടെ എന്താ? ലർഫ് സമാന മക്കാന? സമാനാണ്. എന്താ പറയണ്? ഉനാ ഇവിടെ, മത്താ എന്നുള്ളത് ലർഫു സമാനിൻ അതെന്താണ്? സമാനാണ്. മബിനിയുൻ അല സുകൂനി അത് എന്തിന്റെ മേൽ മബിനിയാണ്? സുക്കൂന്റെ മേൽ മബിനിയാണ്. ഫീ മഹല്ലി നസ്ബിൻ ഇതിന്റെ പൊസിഷനിലാണ്? നസ്ബിന്റെ. എന്ത് നിലക്കാ നസ്ബ്? എന്നുള്ളതിന്റെ ഏതാണ്? ഖറജ്തു എന്നുള്ളതിന്റെ മഫൂല് മുഖദ്ദം മഫൂല് ഫീ ആണ്. ഏത്? മത്താ. ഖറജ്തു പറഞ്ഞ ഫീലും ഉണ്ട് ഫായിലും ഉണ്ട്. അതിന്റെ മഫൂല് ഫീ ആണ്. ഏത്? മത്താ എന്നുള്ളത്. രണ്ടാമത്തത് ഐന.
അപ്പൊ ഇത് മത്താ പറഞ്ഞാൽ ലർഫ് സമാനാണ്. മത്താ ഖർജിത്ത പറഞ്ഞാൽ എന്താ, ഏത് സമയത്താജ് പുറപ്പെട്ടത്. രണ്ടാമത്തത് ഐന, അതും ലർഫ് സമാന. തഖൂലു, നീ പറയും. ഐന തദുറുസു, നീ എവിടെയാണ് പഠിക്കുന്നത്. ഐന, ഏത് സ്ഥലത്താണ് നീ പഠിക്കുന്നത്. അപ്പൊ അതേതാ, ലർഫ് സമാന ലർഫ് മക്കാന. ഏത് സ്ഥലത്താണ് നീ പഠിക്കുന്നത്. ലർഫ് മക്കാനാണ്. ഐന ലർഫ് മക്കാൻ. ഐന തദ്റുസു, നീ എവിടെയാണ് പഠിക്കുന്നത്. ഹുദാ, ഇവിടെ. ഐന, ഐന എന്നുള്ളത് ലർഫു മക്കാനിൻ, അതേതാണ്, ലർഫു മക്കാന, ഒരു പ്രവൃത്തി നടന്ന സ്ഥലം. പഠിക്കുക എന്നുള്ളത് നടക്കുന്ന സ്ഥലം. അത് മബിനിയുൻ അലൽ ഫത്ഹി, എന്തിന്റെ മേൽ മബിനിയാണ്. ഫത്ഹിന്റെ മേല് മബിനിയാണ്. ഈ മഹല്ലി നസ്ബിൻ, ഏതിന്റെ പൊസിഷനില, നസ്ബിന്റെ പൊസിഷനില. എന്താ, എങ്ങനെ നസ്ബിന്റെ പൊസിഷനിൽ വന്നത്. തദ്റുസു എന്നുള്ളതിന്റെ മഫൂല് ഫീഹി മുഖദ്ദമാണ് ആര്, ഐന. അപ്പൊ ഐന ഫത്തഹിന്റെ മേൽ മബിനിയാണ്. മത്ത എന്നുള്ളത് മെയിന്റെ മേൽ മബിനിയാണ്, ഫത്തഹിന്റെ മേലില് മബിനിയാണ്. ഇതിലൊന്നും ഒരു ചേഞ്ച് ഉണ്ടാവൂല. ഐനു, ഐന, ഐനി അങ്ങനെ പറയില്ല. എല്ലാ കാലത്തും എന്തെന്നെ പറയാ, ഐന. അതാണ്, അതുകൊണ്ടാ പറഞ്ഞത് മബിനിയത്തും എന്ന് പറഞ്ഞതിന്റെ അർത്ഥത ഏതുണ്ടാവൂല, ചേഞ്ച് ഉണ്ടാവൂല. പിന്നെ മൂന്നാമത്തെ മബിനിയാണ്, കസറിന്റെ മേൽ മബിനിയാണ്. ഏത്, അംസി, മബിനിയുൻ അലൽ കസർ, എന്നും കസറിന്റെ മേൽ മബിനിയാണ്. പിന്നെ അപ്പൊ ഇത് ചില ലർഫുകളാണ്. ഈ ലർഫുകളൊക്കെ ശരിക്കും മഫൂല് ഫീ ആണ്. അതോടൊപ്പം ഫത്തഹിന്റെ മേലും കസറിന്റെ മേലും ഒക്കെ ഏതുമാണ്, മബിനിയാണ്. ലം അഗിബ്, ഞാൻ ആബ്സെന്റ് ആയിട്ടില്ല. അംസി, ഇന്നലെ. ഇന്നലെ എന്ന് പറയുമ്പോ ലർഫ് സമാനാണ്. ഏതല്ല, മക്കാനല്ല. ലം അഗിബ്, ഞാൻ ആബ്സെന്റ് ആയിട്ടില്ല. അംസി, ഇന്നലെ. ഗാബ, യഗീബു, തഗീബു, അഗീബു, നഗീബു. ലം അഗീബ് എന്ന് പറയാൻ കാരണം എന്താ, അഗീബ് എന്ന് ആണല്ലോ, യാവാണല്ലോ. യാവിടെ ജസ്മിന് വേണ്ടി പോയതാ, ജസ്മിന് വേണ്ടി പോയതാന്ന് പറയാൻ പാടില്ല. രണ്ട് സുക്കൂൻ അക്ഷരം, ഇൽതിഖാഉ സാക്കിനൈനി. അവിടെ എങ്ങനെ ഉണ്ടാവും ഒറിജിനല്, ലം അഗീബ്. അപ്പൊ ബായിനും സുക്കൂനാണ്, യായിനും ഏതാണ്, സുക്കൂനാണ്. പുനാ, ഇവിടെ. അംസി, അംസി എന്നുള്ളത് ലർഫു സമാനിൻ, അത് ലർഫു സമാനാണ്. മബിനിയുൻ അലൽ കസ്രി, കസ്റിന്റെ മേൽ മബിനിയാണ്. ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ പൊസിഷനിലുമാണ്. എന്ന് പറഞ്ഞാൽ അഗിബ് എന്നുള്ളതിന്റെ മഫൂല് ഫീ ആണ്. മർഫു ജാസിം, അഗിബ് ഫീല് ഫായില്, അംസി ലർഫ് മഫ്ഊലു ഫീഹി. അപ്പൊ ഫത്തഹിന്റെ മേൽ മബിനിയായി, കസറിന്റെ മേൽ മബിനിയായി. ഇനി ഇതാ പറയുന്നത് ഖത്തു, ഖത്തു എന്നുള്ളത് മബിനിയാണ്. ഒരു കാലത്തുനിന്നാണ് അർത്ഥം. ഖത്തു പറഞ്ഞാൽ എന്താ, ഒരു കാലത്തും. അപ്പൊ ഏതാ, സമാന, വർഫ് സമാനാണ്. തഖൂലു, നീ പറയും. ലം അദുഖ്, ഞാൻ രുചിച്ചിട്ടില്ല. ഹാദിഹിൽ ഫാക്കിഹത്ത, ഈ പഴത്തെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, രുചിച്ചിട്ടില്ല. ഖത്തു, ഒരു കാലത്തും ഞാൻ രുചിച്ചിട്ടില്ല. ദാഖ, യദൂഖു, എങ്ങനെ പറയാൻ പാടുള്ളൂ, അദുഖ്. അല്ലെങ്കിൽ എന്ത് വരും, രണ്ട് സുക്കൂൻ അക്ഷരം ഒരുമിച്ച് കൂടല് വരും. ഹാദിഹിൽ ഫാക്കിഹത്ത, എന്താ ആദിന്റെ തർക്കീബ്, മഫൂല്. ഫാക്കിഹത്ത ബദല്. ഇതാ പറയണേ, പുനാ, ഇവിടെ. ഖത്തു, ഖത്തു എന്നുള്ള പ്രയോഗം
ലർഫു സമാനിൻ, അതേതാണ്? ലർഫു സമാനാണ്. മബിനിയുൻ അലൽ ലമ്മി, അതെന്തിന്റെ മേൽ മബിനിയാണ്? ലമ്മിന്റെ മേലിന്റെ മബിനിയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കത്ത, കത്തി എന്നൊന്നും വരൂല. എങ്ങനെ വരുള്ളൂ? ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ പൊസിഷനിലാണ്. എന്ന് പറഞ്ഞാൽ മഫൂല് ഫീഹി ആണ്. ഇതിന്റെ അതുക്ക് എന്നുള്ളതിന്റെ മഫൂല് ബി ആണ്. ഏത്? അല്ല, ആദിഹി എന്നുള്ളത് മഫൂല് ബി ആണ്. ഖത്തു എന്നുള്ളത് മഫൂല് ഫീഹി. ഇവിടെ ഖത്തു, ഖത്തു എന്നുള്ളത് ലർഫു സമാനിൻ, അത് ലർഫു സമാനാണ്. മബിനിയുൻ അലൽ ലമ്മി, ലമ്മിന്റെ മേൽ മബിനിയാണ്. ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ മഹല്ലിലുമാണ്. നസ്ബിന്റെ മഹല്ലിലാണ്. അപ്പൊ മനസ്സിലാക്കും മഫൂല് ഫീ ആണ്. അടുത്തത് മബിനിയായി വന്ന ലർഫ് ഹുന. ഏതാ? ഹുന. ഹുന എന്നുള്ള ലർഫ. പറയും ഇജ്ലിസ് ഹുന, ഇവിടെ നീ ഇരിക്ക്. ഇജ്ലിസ് ഫീല് ഫായില്, ഹുന ലർഫ് മഫൂല് ഫീഹി, അതാ തർക്കീബ്. ഹുന, ഹുന എന്നുള്ളത് ഹുന, ഇവിടെയുള്ള ഈ ഹുന ലർഫു മക്കാനിൻ. എന്താണ്? ഇജ്ലിസ് ഹുന, ഈ സ്ഥലത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മക്കാന. അത് മബിനിയുൻ അല സുക്കൂനി, ഹുന എന്നുള്ളത് സുക്കൂന്റെ മേൽ മബിനിയാണ്. എങ്ങനെ സുക്കൂന്റെ മേൽ മബിനി? അത് അലിഫ് കണ്ടില്ലേ? ഹുന എന്ന് പറഞ്ഞാൽ നൂനിനെ നീട്ടാനുള്ള അലിഫില്ലേ? അതാണ് സുക്കൂനുണ്ട് അറിഞ്ഞത്. അതാ മബിനിയുൻ അല സുക്കൂനി, സുക്കൂന്റെ മേൽ മബിനിയാണ്. ഫീ മഹല്ലി നസ്ബിൻ, ഏതിന്റെ പൊസിഷനിലാണ്? നസ്ബിന്റെ പൊസിഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഇജ്ലിസ് അറിയുന്നത് ഫീല് ഫായില്, ഹുനാ ലർഫ് മഫ്ഊലു ഫീഹി. അടുത്തത് അൽ ആന, മബിനിയുൻ അലൽ ഫത്ഹ്. അൽ ആന, ഈ സമയത്താണ്, ഈ സമയത്ത് എന്നാണ് അർത്ഥം. അപ്പൊ എന്താ? സമാന മക്കാന? സമാനാണ്. അതാ തഖൂലു, നീ പറയും അൽ ആന ജീത്ത, ജിപ്പളട വന്നത്. ഹുന ഇവിടെ അല്ല, അത് വേറെ. അൽ ആന, ഇപ്പോഴാണോ? ജിത്ത, നീ വന്നത്. ഹുന ഇവിടെ. അൽ ആന, അൽ ആന എന്നുള്ളത് ലർഫു സമാനി, ലർഫു സമാനാണ്. മബ്നിയുൻ അലൽ ഫത്ഹി, ഇതിന്റെ മേൽ മബ്നിയാണ്. ഫത്ഹിന്റെ മേൽ മബ്നിയാണ്. ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ പൊസിഷനിലാണ്. അതുകൊണ്ട് ജിത്ത എന്നുള്ളതിന്റെ മഫൂല് ഫീ ആണ്. അല്ലാന. അപ്പൊ അത് ഫത്തഹിന്റെ മേൽ മബിനി. ഹൈസു മബിനിയുൻ അലൽ വമ്മി. തഖൂലു, നീ പറയും ഇജ്ലിസ് ഹൈസു ശിഅത, നീ ഉദ്ദേശിച്ച സ്ഥലത്ത് നീ എന്താക്കിക്കോ? ഇരുന്നോ. ഇജ്ലിസ്, നീ എന്താക്കിക്കോ? ഇരുന്നോ. ഹൈസു ശിഅത, എവിടെ? നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നീ ഇരുന്നു. അപ്പൊ ഹൈസു എന്നുള്ളത് ലർഫ് മക്കാനാണ്. നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, സ്ഥലത്ത് തന്നെയാണ് അർത്ഥം ഹൈസൂന്. നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്. അതാ ഹുന, ഇവിടെ ഹൈസു, ഹൈസു എന്നുള്ളത് ലർഫു മക്കാനിൻ. ഏതാണ്? ലർഫു മക്കാനാണ്. എന്താ ലർഫു മക്കാൻ എന്നുള്ളതിന്റെ തർക്കീബ് അവിടെ? ഹുന ഇവിടെ, ഹുനന്റെ ഖബറല്ല, ഹുന ഇവിടെ ഹൈസു, ഹൈസു ലർഫു മക്കാനിൻ, ലർഫു മക്കാനാണ്. മബ്നിയുൻ അലൽ ലമ്മി, ലമ്മിന്റെ മേൽ മബ്നിയാണ്. ഫീ മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ പൊസിഷനിലാണ്. അപ്പൊ ഹൈസു എന്നുള്ളത് ഇജ്ലിസുന്റെ ഏതാണ്? മഫൂല് ഫീ ആണ്. പിന്നെ ഇനി പറയാൻ പോണത് ഈ ലർഫിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ഒരു സാധനം ഉണ്ടാവും. ആ സാധനം ലർഫല്ല, പക്ഷെ ആ സാധനത്തെ എവിടേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കണ? ലർഫിലേക്ക്
ഇലാഫത്ത് ചെയ്യപ്പെട്ടു. അങ്ങനെ വരുന്നത് എന്തേക്കാരം? ലറുഫിന് പകരയിക്കാരം, അല്ലെങ്കിൽ എന്തേക്കാരം? ലറുഫിന് പകരയിക്കാരം. പറയട്ടെ, നോക്കിക്കോളി. ഹുനാക ഇവിടെയുണ്ട്, അസ്മാഉൻ എന്നുണ്ട്, ഇസ്മുകളുണ്ട്. എങ്ങനത്തെ ഇസ്മുകൾ? തെനൂബു, നാബ, യനൂബു, തനൂബു. എന്താ പകരം വരിക? പകരം വരിക. അതാണ് അതിന്റെ അർത്ഥം. മടങ്ങി വരിക എന്നല്ല. എന്താണ് അർത്ഥം? സബ്സ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ മടങ്ങി വരിക. എന്താണ്? അല്ല, മടങ്ങല്ല, പകരം വരിക. നാബ, യനൂബു, തെനൂബു, പകരം വരിക. അപ്പൊ എന്താ അർത്ഥം? ഹുനാക ഇവിടെയുണ്ട്, അസ്മാഉൻ ചില ഇസ്മുകളുണ്ട്. എങ്ങനത്തെ ഇസ്മുകൾ? തെനൂബു അവകൾ പകരം വരും, അനിൽ ലറുഫി ലറുഫിന് പകരം വരും. എന്നാൽ അത് ലറുഫല്ല, പക്ഷെ അത് ലറുഫിന് പകരാണ്. പക്ഷെ അവിടെ ഒറിജിനൽ ലറുഫ് ഉണ്ടാവും ചെയ്യും. നോക്കുക, എന്താ ഹുനാക്കന്റെ തർക്കീബോടെ? നല്ലോണം ഇഫ്സാറാണല്ലോ നിങ്ങള്. എവിടുന്ന അതൊക്കെ പഠിച്ചു നിങ്ങള്? മഫൂലിയോ? ഇവിടെയുണ്ട് അസ്മാഉൻ ചില ഇസ്മുകളുണ്ട്. അതാണ് ശരി. ഖബർ മുഖദ്ദമാണ്. അതിന്റെ മൂത്താബറാണ് ഏത്? അസ്മാഉൻ. ഏതൊക്കെയാണ് ലറുഫിന് പകരം വരിക? ഒന്ന് അൽ മുളാഫു ഇലൽ ലർഫി. എന്തിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്? അപ്പൊ ലറുഫിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത് ലറുഫിന് എന്തായിട്ട് വരും? പകരം വരും. അതാ പറഞ്ഞത് അവിടെ. ഹുനാക ഇവിടെയുണ്ട്, അസ്മാഉൻ ചില ഇസ്മുകളുണ്ട്. എങ്ങനത്തെ ഇസ്മ്? തെനൂബു അവകൾ പകരം വരും, അനിൽ ലറുഫി ലറുഫിന് പകരം വരും. മിൻഹ അവകളിൽപ്പെട്ടതാണ്. എന്ത്? അൽ മുളാഫു ഇലൽ ലർഫി. എന്തിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്? ലർഫിലേക്ക്. അൽ മുളാഫു എന്ന് എന്താ അർത്ഥം? ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. അലാഫ യുലീഫു എന്നുള്ളതിന്റെ ഇസ്മു മഫൂലാണ് ഏത്? മുളാഫ്. ഇസ്മു ഫായില് മുദീഫ്, ഇസ്മു മഫൂല് മുളാഫ്. അപ്പൊ അൽ മുളാഫ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. എവിടേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്? ഇലൽ ലർഫി. എവിടേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്? ലർഫിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. എങ്ങനത്തെ ലർഫ്? മിമ്മാ ദല്ല. ആ ലർഫ് അറിയിച്ചിട്ടുണ്ട്. ദല്ലാറിന് എന്താ അർത്ഥം? അറിയിക്കുക. എന്തിന്റെ മേൽ അറിയിക്കുക? അലാ കുല്ലിയത്തി സമാനി, കാലം മുഴുവത്തിന്റെ മേലും അറിയിക്കും. അവിൽ മക്കാനി, അല്ലെങ്കിൽ സ്ഥല മുഴുവത്തിന്റെ മേലും അറിയിക്കും. ഔ ജുസ് ഐ എങ്ങനെ പറയേണ്ടത്? ഔ ജുസ്ഇയ്യതൈഹിമ, അല്ലെങ്കിൽ കാലത്തിന്റെയും സ്ഥലത്തിന്റെയും ഫുള്ളിന്റെ മേൽ അറിയിക്കുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ പകരം വന്ന ഈ പണ്ടാറുണ്ടല്ലോ, അതെന്തിന്റെ മേലാണ് അറിയിക്കുക? ഒരു കാലത്തിന്റെ മുഴുവത്തിന്റെ മേൽ അറിയിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ മുഴുവത്തിന്റെ മേൽ അറിയിക്കും, അല്ലെങ്കിൽ കാലത്തിന്റെയും ഏതിന്റെ മേൽ അറിയിക്കും? ജുസ്ഇയ്യതൈഹിമാണ് ഭാഗം. എന്താ ഭാഗം എന്ന് പറഞ്ഞ? പാർട്ട്. ഏതുണ്ടാവൂല? പാർട്ട് തന്നെ. എന്താ? ഫുള്ളില്ല. ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞത്? അലാ കുല്ലിയത്തി സമാനി, കാലം മുഴുവത്തിന്റെ മേൽ അറിയിക്കും. അവിൽ മക്കാനി, അല്ലെങ്കിലോ സ്ഥലം മുഴുവത്തിന്റെ മേലും അറിയിക്കും.
ഹലോ പരിപാടി ഒരു 10 മിനിറ്റ്. നഹാർ നഹാറ്. ആ നഹാറിലേക്ക് ആരെയാണ് ഇലാഫത്ത് ചെയ്തത്? കുല്ലു കുല്ല്. അതാണ് തനൂബു അനിൽ ലർഫി എന്ന് പറഞ്ഞത്. അപ്പൊ നഹാറ് എന്നുള്ളതിന് പകരാണ് ആര്? കുല്ലു. കുല്ല്. അതാണ് ആ പറഞ്ഞത്. കുനാക്ക ഇവിടെയുണ്ട്, അസ്മാവും ചില ഇസ്മുകൾ ഉണ്ട്, തെനൂബു അവകൾ പകരം വരും, അനിൽ ലർഫി ലർഫിന് പകരം വരും. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് ഏത്? അൽ മുലാഫു ഇല ലർഫി. ഏതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്? ലർഫിലേക്ക് ഇലാഫത്ത്. ആ മുലാഫിലിയായ ലർഫ് മിമ്മാദല്ല അല കുല്ലിയത്തി സമാനി. ചിലപ്പോൾ അത് എന്തിന്റെ മേൽ അറിയിക്കും? കാലം മുഴുവത്തിന്റെ മേൽ അറിയിക്കും. അവിൽ മക്കാനി, അല്ലെങ്കിൽ ഏതിന്റെ മേൽ അറിയിക്കും? സ്ഥലത്തിന്റെ മുഴുവത്തിന്റെ മേലും അറിയിക്കും. ഔ ജുസിയത്തിഹിമ, അല്ലെങ്കിൽ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ഭാഗങ്ങളുടെ മേൽ അറിയിക്കും. ഇപ്പൊ ഉദാഹരണം, സാഫർന ഞങ്ങൾ യാത്ര ചെയ്തു, കുല്ലന്നഹാരി പകല് മുഴുവനും. ഇവിടെ ആരാ പകരം വന്നത്? കുല്ല പകരം വന്നു. ആർക്ക് പകരം വന്നു? നഹാറിന്. കണ്ടോ? ആ കുല്ല് അറിയുന്നതിനെ ഇലാഫത്ത് ചെയ്തിക്കണേ നഹാറിലേക്ക്. സാഫർന ഫീല് ഫായില്, കുല്ല മഫൂലു ഫീഹി മുലാഫ്, നഹാരി മുലാഫുൻ ഇലൈഹി. അപ്പൊ ഇവിടെ ശരിക്കുള്ള ലർഫ് ആരേക്കാരം? മുലാഫിലേക്കാരം. ശരിക്കുള്ള ലർഫ് ആരേക്കാരം? പക്ഷെ അതിന്റെ മുലാഫ് ആർക്ക് പകരം വന്നതാണ്? ആ മുലാഫിലേക്ക് പകരം വന്നതാണ്. അപ്പൊ ഇവിടെ കുല്ലിയത്തു സമാനാണ്. കുല്ലു നഹാരിയാണ് ഏതാണ്? കുല്ലിയത്തു പകല് മുഴുവൻ. ഇനി നോക്കിക്കോളി. ഇന്ദലർത്തുക ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു, റുബ്അ സാഅത്തിൻ കാമണിക്കൂർ, ഒരു മണിക്കൂറിന്റെ കാഭാഗം. അപ്പൊ എത്ര മിനിറ്റ? 15 മിനിറ്റ്. അപ്പൊ ഇന്ദലർത്തുക ഞാൻ നിന്നെ കാത്തിരുന്നു, റുബ്അ സാഅത്തിൻ ഒരു മണിക്കൂറിന്റെ പകുതി, കാൽ ഭാഗം. ശരിക്കുള്ള ലർഫ് ഏതാണ്? സാഅത്ത്. ആ സമാനായ സാഅത്തിലേക്കാണ് ആരെ ഇലാഫത്ത് ചെയ്തത്? റുബഅന. അപ്പൊ അത് ഫുള്ളില്ല, പിന്നെ എത്രയേ ഉള്ളൂ? മനസ്സിലാണില്ലേ? എന്ന് പറഞ്ഞാൽ ഈ പകരം വരുന്ന ലർഫ് ചിലപ്പോ കുല്ലൈക്കാരം, അല്ലെങ്കിൽ ഏതൈക്കാരം? ബഅളൈക്കാരം. നോയിക്കോണി. ഇതൊക്കെ ഇന്ദലർത്തു ഫീല് ഫായില് ക മഫൂല് ഫീഹി
റുബ്അ, ലർഫ്, മുലാഫ്, മഫ്ഊൽ ഫീഹി, സാഅത്തിൻ, മുലാഫുൻ ഇലൈഹി. കണ്ടോ? അപ്പൊ റുബ് ആണ് ആർക്ക് പകരം വന്നത്? സാഅത്ത് എന്നുള്ള ലർഫിന് ആരാ പകരം വന്നത്? മശൈതു ഞാൻ സഞ്ചരിച്ചു, നിസ്ഫ കിലോമീറ്ററിൻ 1 കിലോമീറ്ററിന്റെ പകുതി. കണ്ടോ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഏതാ? ലർഫ് സമാന മക്കാന സമാനാണ്. 1 കിലോമീറ്റർ അറിയുന്ന എത്ര? ലർഫ് സമാന. ആ കിലോമീറ്റർ എന്ന് പറയുന്ന ലർഫിലേക്ക് ആ ലർഫിന് പകരാണ് ആര്? നസ്ഫല നിസ്ഫ്, പകുതി, പകുതി, നിസ്ഫ്. അപ്പൊ കണ്ടോ അവിടെ ലർഫ് കുല്ലില്ല, പിന്നെ ഏതാ? എന്താ ഞാനീ പഠിപ്പിക്കുന്നത്? ചില ഇസ്മുകൾ ഉണ്ട്, ആ ഇസ്മുകൾ ആർക്ക് പകരം വരും? ലർഫിന് പകരം വരും. എന്ന് പറഞ്ഞാൽ ആ ലർഫുകളിലേക്കായിരിക്കും ഈ ഇസ്മുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകുക? ഇലാഫത്ത് ചെയ്തിട്ടുണ്ടാകുക. എന്നിട്ട് ഒന്നിരിക്കൽ ഈ പകരം വന്നത് മുലാഫിലൈന്റെ ഫുള്ളൈക്കാരം. അതാണ് ഏത്? മുലാഫിലൈന്റെ ഫുള്ളായത് ഏതാ? ഈ ഉദാഹരണത്തില് കുല്ലായി വന്നത് ഏതാ? കുല്ലൻ നഹാർ. നഹാറിന്റെ കുല്ലാണ് ഏത്? കുല്ല്. ഇവിടെ റുബഅ സാഅത്തി എന്ന് പറഞ്ഞ ലർഫിന്റെ ഏതില്ല? ഫുള്ളില്ല, പിന്നെ ഏതാണ്? ജുസ് ആണ്. അതേപോലെ കിലോമീറ്റർ അറിയുന്ന ലർഫിന്റെ ജുസ് ആണ് ഏത്? നിസ്ഫ്. ഇവിടെ പറയണേ ഹുനാ ഇവിടെ അൽ കലിമാത്തു കുല്ല് വ റുബഅ വ നിസ്ഫ്. ഈ പറയപ്പെട്ട പദങ്ങൾ ഹുനാ ഇവിടെ അൽ കലിമാത്തു കുല്ല്. ഏത് പദം? വറുബഅ. ഏത് കലിമത്ത്? റുബഅ എന്നുള്ള കലിമത്ത്. വനിസ്ഫുൻ. ഏത് കലിമത്ത്? നിസ്ഫ് എന്ന കലിമത്ത്. എവിടെ കുല്ല് അറിയണത്? എവിടെ? സാഫർന കുല്ലൻ നഹാരി. എവിടെ റുബഅ എന്നുള്ളത്? എവിടെ? റുബഅ സാഅത്തിൻ. നിസ്ഫ് അറിയണത് എവിടെ? നിസ്ഫ കിലോമീറ്ററിൻ. ഈ പദങ്ങൾ നാബത്ത് അവകൾ പകരം വന്നു. അനിൽ ളുറൂഫി ആർക്ക് പകരം വന്നു? ലർഫുകൾക്ക് പകരം. ലർഫുകൾക്ക് പകരം വന്നു എന്ന് പറഞ്ഞാൽ നഹാറ് എന്നുള്ള ലർഫിന് പകരാണ് കുല്ല്. സാഅത്ത് എന്നുള്ള ലർഫിന് പകരാണ് ഏത്? റുബഅ. പിന്നെ കിലോമീറ്റർ എന്ന ലർഫിന്റെ ജുസ് ആണ് ഏത്? നിസ്ഫ്. അതാ ഹുനാ ഇവിടെ അൽ കലിമാത്തു കുല്ല് വ റുബഅ വ നിസ്ഫ്. ഏതേത് പദങ്ങൾ? കുല്ല്, റുബഅ, നിസ്ഫ് എന്നുള്ള പദങ്ങൾ നാബത്ത് അവകളൊക്കെ ചെയ്തിട്ടുണ്ട്, പകരം വന്നു. എന്തിന് പകരം വന്നു? അനിൽ ളുറൂഫി. ആർക്ക് പകരം വന്നു? ലർഫുകൾക്ക് പകരം വന്നു. ഇനി രണ്ടാമത്തത് സിഫത്തുഹു. ആ ലർഫിന്റെ സിഫത്ത് ആർക്ക് പകരം വരും? ലർഫിന്റെ വിശേഷണം ലർഫിന് എന്തായിട്ട് വരും? പകരമായിട്ട് വരും. എന്ന് പറയുന്നത് മടങ്ങുന്നത് എവിടുക്കാ? ലർഫിലേക്കാ. അപ്പൊ സിഫത്തുഹു ലർഫുകളുടെ സിഫത്ത് ആർക്ക് പകരം വരും? ലർഫുകൾക്ക് പകരമായിട്ട് വരും. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അല്ല, മേൽ പറഞ്ഞോട്ടെ. സ്ഥാനത്ത് സിഫത്ത് വരുന്ന അർത്ഥമല്ലേ? പറയട്ടെ, നോയിക്കോളീൻ. ജലസ്തു ഞാനിരുന്നു, തൊവീലൻ ദീർഘമായ സമയം. അവിടെ എങ്ങനെയുണ്ട്? ആ വക്തിന് എഴുത്താണേത്? സിഫത്താണേത്? തൊവീലൻ. അതാ പറഞ്ഞത് സിഫത്തുഹു. ആ ലർഫിന്റെ വിശേഷണം ലർഫിന് എന്തായിട്ട് വരും? പകരമായിട്ട് വന്നത് വരും. ആദ്യം വന്നത് ഏതാ? ആദ്യം ലർഫുകൾക്ക് പകരം വന്നത് ഏതാ? ലർഫിലേക്ക് എന്ത് ചെയ്യപ്പെട്ടത്?
ഇലാഫത്ത് ചെയ്യപ്പെട്ട മുലാഫ്. ചെയ്യപ്പെട്ടത്. രണ്ടാമത് പറയുന്നത് ഏതാ? ലർഫിന്റെ വിശേഷണം. ലർഫിന് എന്തായി വരും? പകരമായിട്ട്. ഉദാഹരണം ഇവിടെ ഏതാണ്? ജലസ്തു ഞാൻ ഇരുന്നു, തൊവീലൻ ദീർഘമായ സമയം. ഇവിടെ സമയം എന്നുള്ളതില്ല, അതിനെ കളഞ്ഞിക്കണ്. പക്ഷെ അതിന് പകരാണ് ആര് വന്നിക്കണത്? തൊവീലൻ. അപ്പൊ അവിടെ എങ്ങനെയുണ്ട്? ജലസ്തു വക്തൻ തവീലൻ. ഈ വക്തൻ എന്നുള്ളതാണ് പിന്നെ ലർഫ്. ആ ലർഫിന് നേരത്താണ് ഏത്? തൊവീലൻ. അതാ പറഞ്ഞത് സിഫത്തുഹു. ആ ലർഫിന്റെ വിശേഷണം ഇപ്പൊ ശരിക്കും എങ്ങനെയുണ്ട്? ജലസ്തു ഫീല് ഫായില് വക്തൻ മഫൂല് തൊവീലൻ നേരത്ത്. പക്ഷെ അങ്ങോട്ട് ഏതിനെ കളഞ്ഞു? വക്തനെ ലർഫിനെ കളഞ്ഞു. എന്നിട്ട് അതിന്റെ വിശേഷണത്തെ ലർഫിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തൊക്കെയാണ്? നിർത്തിയേക്കാണ്. തൊവീല എന്നുള്ളത് മഫൂല് ഫീ ആണ്. ശരിക്കും വെക്കുകയാണെങ്കിലോ ജലസ്തു വക്തൻ തൊവീല എന്നുള്ളത് എന്തേക്കാരം? അപ്പൊ തർക്കീബ് നേരത്ത്. എന്നാ ഞാൻ ലർഫിനാണ്ട് വക്തിനാണ്ട് കളഞ്ഞാലോ തൊവീലന്റെ മഫൂല്. അപ്പൊ അവിടെ എന്താണ് മഫൂല് ഫീ? ലർഫാകണ്ടേ? അപ്പൊ അതിന് മറുപടിയാണ് അവിടെ ആ ലർഫ് കളയപ്പെട്ട ലർഫിന് ഏതാണ്? സിഫത്താണ് എന്നുള്ളത്. ഇവിടെ എന്ന പദം സിഫത്തുൻ, അത് സിഫത്താണ്. വക്തൻ, ആ വക്തൻ എന്നുള്ള ലർഫിന് നേരത്താണ് തൊവീല്. എന്നിട്ട് നാബത്ത്, ആ സിഫത്ത് പകരം വന്നു. ഏതാ സിഫത്ത്? തൊവീല്. ആ തൊവീല് എന്ന് പറയുന്ന നേരത്ത് പകരം വന്നു. അൻഹു, ആർക്ക്? ലർഫിന്റെ. ഇതൊക്കെയാണ് ഒന്ന് ലർഫിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്. മറ്റത് ഇസ്മുൽ ഇശാറത്തി. ആര് പകരം? ലർഫിന് പകരം ആര് വരും? ഇസ്മുൽ ഇശാറ. നോയിക്കോളിയും. ജിഅ്തു ഞാൻ വന്നു. ഹാദൽ ഉസ്ബൂഅ ഈ ആഴ്ചയിലാണ് ഞാൻ വന്നത്. ഹാദ എന്നുള്ളത് ഉസ്ബു പറയുന്ന ലർഫ് സമാന്. പിന്നെ ഞാൻ വന്നു. ഹാദൽ ഉസ്ബൂഅ ഈ ആഴ്ചയിൽ. ജിഅ്തു ഫീല് ഫായില്. ഹാദ മഫ്ഊല് ലർഫ് മഫ്ഊല് ഫീഹി. ലർഫ് ഫീഹി. അൽ ഉസ്ബൂഅ ബദല്. ഹുനാ ഇവിടെ ഹാദ എന്നുള്ള പദം ഹാദ എന്നുള്ള പദം എന്തായി വന്നു? പകരം വന്നു. അനിൽ ലർഫി. ഏതിന്? ലർഫിന്. ഏതാ? ഉസ്ബൂ എന്ന് പറയുന്ന ലർഫിന്. ഇനി നാലാമത്തത് അൽ അദദു. ലർഫിന് ആര് പകരം വരും? അദദ് പകരം വരും. നോക്കിക്കോളിയും. മഖസ്തു ഞാൻ താമസിച്ചു. ഫീ ബഗ്ദാദ ബഗ്ദാദിൽ ഞാൻ താമസിച്ചു. അർബഅത അയ്യാമിൻ 4 ദിവസത്തോളം. ഏതാ ലർഫ് അവിടെ? അയ്യാം. ആ അയ്യാം എന്നുള്ള ലർഫിന് പകരാണ് ആര് വന്നിക്കണേ? അത് ആ അർബഅത്ത് എന്നുള്ളത് ഏതിൽപ്പെട്ടതാ? അതതിൽ പെട്ടതാണ്. അതാ മഖസ്തു ഞാൻ താമസിച്ചു. ഫീല് ഫായില്. ഫീ ബഗ്ദാദ ജാർ മജ്റൂർ. അർബഅത ലർഫ് മഫ്ഊലു ഫീഹി മുളാഫ്. അയ്യാമിൻ മുളാഫുൻ ഇലൈഹി. ഇവിടെ നമ്മളെ ചർച്ച ചെയ്താ അയ്യാം എന്നുള്ള ലർഫിന് പകരമായിട്ടാണ് ആര് വന്നിക്കണത്? അർബഅതൻ. പിന്നെ സിർന ഞങ്ങൾ സഞ്ചരിച്ചു. 100 കിലോമീറ്ററിൻ. എത്ര കിലോമീറ്റർ? 100 കിലോമീറ്റർ. അപ്പൊ ഏതാ ലർഫ് അവിടെ? കിലോമീറ്റർ. അതിന് പകരാണ് ആര് വന്നിക്കണേ? മിഅത്താറിന് അതത്. മിഅത്തി എന്ന 2 പ്രയോഗം. അതതാനി. അത് രണ്ടും ഏതാണ്?
അതതുകളാണ്. നാബാ അത് രണ്ടും പകരം വന്നു. അനിൽ ലർഫി എന്തിനു പകരം വന്നു? എന്തിനു പകരം വന്നു? ലർഫിന് പകരം വന്നു. പറഞ്ഞാട്ടെ തർക്കീബ്. ഹുനാ ഇവിടെ അർബഅത്തുൻ വ മിയത്തുൻ അർബഅത്തി മിയത്തി എന്ന പദം ഹുനാ എന്നുള്ളത് എന്തെന്നെ? അവിടെ ഖബർ മുഖദ്ദൊന്നുമില്ല. ഹുനാന്ന് ഇവിടെ നോട്ടുള്ളൂ. ഖബർ മുഖദ്ദം ഹുനാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ അർത്ഥം എന്തായി? ഇവിടെ മുനാക്ക അസ്മാവ് എന്ന് പറഞ്ഞിടത്ത് എന്തേലും അർത്ഥം? മുനാക്ക ഇവിടെ ഉണ്ട് ഉണ്ട് നൈനി, പക്ഷെ ഇവിടെ ഉണ്ട് എന്നില്ല. ഇവിടെ എന്തുള്ളൂ? ഇവിടെ മാത്രമേ. അതാ ഹുന ഇവിടെ. അപ്പൊ ലർഫ് മാത്രമേ ഉള്ളൂ. അർബഅത്തുൻ വ മിയത്തുൻ അർബഅത്ത് മിയത്തി എന്ന പ്രയോഗം അതാണ് ഏത്? മുബ്തദയാണ്. അദദാനി അത് രണ്ടും എണ്ണങ്ങളാണ്. എന്താണ്? ഖബർ മർഫൂഉൻ ബിൽ അലിഫി. ഖബറുൻ മർഫൂഉൻ ബിൽ അലിഫി. അതറിയാനാണ് ഞാൻ ചോദിച്ചത്. ക്ലിയർ ആണ്. എങ്ങനെ? എന്നിട്ട് നാബാ അത് രണ്ടും പകരം വന്നു. എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. നാബ നാബാ അനിൽ ലർഫി എന്തിനു പകരം വന്നു? ലർഫിന് പകരം വന്നു. പിന്നെ മാഫി ദർസിമിൻ ളുറൂഫി സമാനി വൽ മക്കാനി. ഈ പാഠത്തിൽ വന്ന നമ്മളെ പാടല്ലേ, അതിൽ വന്ന ലർഫ് സമാനും ലർഫ് മക്കാനും ഏതൊക്കെയാണെന്ന് വ്യക്താക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം അതിൽ നിന്ന് മബിനികൾ ഏതാണെന്ന് വ്യക്താക്കണം. മൂന്നാമത്തത് ലർഫിന് പകരം വന്നിട്ടുള്ളത് ഏതാണ്? ഇവിടെ ലർഫിന് പകരം വന്നത് എവിടെ? ഇവിടെ ലർഫിന് പകരം വന്നിട്ടുണ്ട് ഈ പാഠത്തിൽ. അതെവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. എവിടെ അത്? എടുത്തു നോക്കി. ഹാദിഹി ത്വീലൻ എന്നുള്ളത് എവിടെ? അത് ലർഫിന് പകരം വന്നതാണ്. ഏതൊക്കെ? ഒന്ന് ഹാദിഹി ഉണ്ട്, രണ്ടാമത്തത് ത്വീലുണ്ട്. എവിടെ ഹാദി വന്നത്? വന്നിക്കണേ. എവിടെ? 96-ാമത്തെ പേജിലെ ഐന സാഫർത നീ യാത്ര പോയത്? ഫി ഉത്ലത്തി സൈഫി വേനൽ അവധിയിൽ എവിടേക്കാണ് നിങ്ങൾ യാത്ര പോയത്? ഈ വർഷത്തില്. അവിടെ കണ്ടോ? സനത്ത് എന്നുള്ള ലർഫിന് പകരാണ് ആര് വന്നിക്കണേ? ഇനി അതേപോലെ ഒരു സിഫത്തും വന്നിക്കണേ. അതെവിടെ? ഒരു സിഫത്തും വന്നിക്കണേ. എവിടെയാണ്? ഒരു തൊവീല് പേജില്. അത് ആ ഫസ്റ്റില് മറ്റേതാണോ? വലാകിന്നനി പക്ഷേ ഞാൻ ലം അംകുസ് ഞാൻ താമസിച്ചിട്ടില്ല ഫീഹ അവിടെ വഖ്തൻ ത്വീലൻ. അവിടെ ത്വീൽ എന്നുള്ള സിഫത്ത് ആർക്ക് പകരാണ്? വഖ്ത് എന്നുള്ള കാര്യത്തിന് പകരമാണ്. അടുത്തത് അയ്യിൻ ളുറൂഫ സമാനി വൽ മകാനി ഫീമാ യഅതി. എന്താ അയ്യ എന്ന് പറഞ്ഞ? നീ വ്യക്തമാക്ക്. അയ്യന അയ്യിൻ. അപ്പൊ എന്ത് ഫീല? അംറ്. നീ വ്യക്തമാക്കണം. ളുറൂഫ സമാനി ലർഫ് സമാൻ ഏതാണെന്ന് വ്യക്താക്കണം. വൽ മക്കാനി ഏതാണ്? ഏത് വ്യക്തമാക്കണം? മക്കാനി വ്യക്തമാക്കണം. ഫീമാ എഴുത്തി താഴെ വരുന്നോടത്ത് ഹിന്ദളിർ എടോ നീ പ്രതീക്ഷിക്ക് ലഹ്ലതൻ ഒരു സെക്കൻഡ് സമയം. എന്താ? ഹിന്ദളിർ നീ പ്രതീക്ഷിക്ക്, കാത്തു നിൽക്ക്, ലഹ്ലതൻ ഒരു സെക്കൻഡ്. ഏതാ? ലഹ്ലതൻ എന്നുള്ളത് ഏതാണ്? സമാനാണത്. ഇന്ദളിർ പറഞ്ഞൊരു ഫീലുണ്ട് ഫായിലുണ്ട്. ലഹ്ലതൻ ലർഫ് മഫ്ഊല് ഫീഹി. പിന്നെ ജലസ സുവാറു സായിറിന്റെ ജമ്മാണ് ഏത്? സുവാർ, വിസിറ്റേഴ്സ്. സുവാർ പറഞ്ഞാൽ ആരാ? വിസിറ്റേഴ്സ്. അപ്പൊ എന്താ അർത്ഥം? ജലസ സുവാറു സന്ദർശകരിരുന്നു.
ഇരുന്നു. ഇന്ദൽ മുദീരി ആരടുക്കല്? മുദീറിന്റെ അടുത്ത്. മുദീറിന്റെ അടുക്കല്. നിസ്ഫ സാഅത്തിൻ അരമണിക്കൂർ. ഇത് ഹാഫ് ആൻ അവർ. അവിടെ നമ്മളെ ചർച്ച ചെയ്താ അവിടെ ശരിക്കുള്ള ലർഫല്ല, ലർഫിന് ആര് പകരം വന്നൊക്കെയാണ്? ഏതാ ശരിക്കുള്ള ലർഫ്? ഏതാണ്? സാഅത്ത്. അതിന്റെ പിന്നെ അതിന് പകരാണ് ഏത്? നിസ്ഫ്, മുളാഫ്. അപ്പൊ അത് ജുസിയുള്ളൂ, ഏതില്ല? കുല്ലില്ല, ലർഫിന്റെ പകുതിയുള്ളൂ. കം സാഅത്തൻ എത്ര സമയ? ബക്കിയൽ ജരീഹു മുറിവേറ്റവൻ അവശേഷിച്ചത്. ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലില്. ജരീഹറിനെ മുറിവേറ്റവൻ, ഹോസ്പിറ്റലില് മുറിവേറ്റവൻ എത്ര സമയമാണ് അവശേഷിച്ചത്? കം എത്രയാണ്? സാഅത്തൻ സമയത്താൽ എത്രയാണ്? ബക്കിയ എന്താർത്ഥം? ബാക്കിയായത്, അവശേഷിച്ചത്. ആര്? അൽ ജരീഹു ആര്? മുറിവേറ്റവൻ. എവിടെ? ഫിൽ മുസ്തഷ്ഫ എവിടെ? ആശുപത്രി. എവിടെ ലർഫ്? സാഅത്തൻ. എന്താ സാഅത്തിന്റെ തർക്കീബ് അവിടെ? അപ്പോൾ മൻസൂബാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന തംയീസായ സാധനമൊക്കെ എന്താകണം? മൻസൂബാകണം. ഖിഫ് നീ നിക്ക്. ഹൈതു ലാ യറാക അഹദുൻ നിന്നെ ഒരാളും കാണാത്ത സ്ഥലത്ത് നീ നിൽക്ക്. വഖഫ യഖിഫു ഖിഫ് നീ നിൽക്ക്. എന്ത് ഫീല? അംറ്. ഹൈതു ലാ യറാക നിന്നെ കാണാത്തോടത്ത്, അഹദുൻ ഒരാളും കാണാത്ത സ്ഥലത്ത് നീ എന്താക്ക് നിൽക്ക്. അപ്പൊ ഏതാ അവിടെ ലർഫ്? ഹൈതു. ലാ യറാക അഹദുൻ എന്താ തർക്കീബ് പറഞ്ഞാട്ടെ? ലാർഫ് യറാക അഹദുൻ ഏതാ ഫീല്? ഏതാ ഫായില്? ഏതാ മഫൂല്? അവിടെ ഇനി നിന്നെ കാണരുത് എന്നാണ് അർത്ഥം. ഇപ്പൊ കാണരുത് എന്നാണ് അർത്ഥമെങ്കിൽ എന്തേക്കാരം വ്യത്യാസം? ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാ? എന്തേക്കാരം അടയാളം? ലാ യറാക്കാറിന് കൊടുത്തപ്പോ നെഹി അല്ല എന്നുള്ളതിനുള്ള തെളിവെന്താ? എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. നെഹി ആണെങ്കിൽ അവിടെ ഒരു അക്ഷരം കാണൂല, അലിഫ് കാണൂല. കാരണം ആഖിർ മുഅ്തല്ലായ ഫീല. ആഖിർ മുഅ്തല്ലായ ഫീലിന്റെ ജസ്മ എങ്ങനെയാണ്? അല്ല നെഹി അല്ല, പിന്നെ ഏതന്നെയാണ്? തുസാഫിറു നീ യാത്ര പോകുന്നുണ്ടോ? ഇല റിയാദി റിയാദിലേക്ക്. ഹാദ ശഹ്റ ഈ മാസത്തിൽ. കണ്ടാ ഏതാ ലർഫ്? ലർഫിന് പകരാണ്. ഹാദ അതേന് പകരാണ്, ഷഹറിന് പകരാണ്. പിന്നെന്താണ്? അക്ബലാന്നല്ലത്. അഖബിലൽ അദാൻ വാക്കിന്റെ മുമ്പാണോ? ദഹബ്താനി പോയത് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അംബഅദഹു അല്ലെങ്കിൽ അതിന്റെ ശേഷമാണോ? ശേഷമാണോ? അഖബിലൽ അദാനി ഇലൽ മസ്ജിദി അംബഅദഹു. എവിടെ ലർഫ്? എവിടെ ലർഫ്? ഖബില. രണ്ടാമത്തെ ലർഫ് ബഅദ. പിന്നെ സബർതു ഞാൻ ക്ഷമിച്ചു. ത്വവീലൻ ഒരുപാട് കാലം, ഒരുപാട് സമയം ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ലർഫിന് പകരം വന്നിക്കണാരാ? സിഫത്ത് ആരാ പകരം വന്നിക്കണേ? വഖ്തെന്നുള്ള നഅത്തിന് പകരം വന്നിക്കണത് ആരാ? ത്വവീൽ അറിയുന്ന സിഫത്ത് വിശേഷണം.
നിംതു ഞാൻ നിംതാനും നിംതുവാനും കുഴപ്പമില്ല. നിംത ഉറങ്ങി, കുല്ലല്ലൈലി രാത്രി മുഴുവനും നീ ഉറങ്ങി. ഏതാ ദർഫിന് പകരം വന്നിക്കണത്? കുല്ല. കുല്ല. ഏതാ കുല്ല. അസാഅത്തൈനി നിംത, നീ ഉറങ്ങിയത് 2 മണിക്കൂറാണോ? അം സലാസ സാഅത്തിൻ, അതോ എത്ര മണിക്കൂറാണോ? സലാസ സാഅത്തിൻ 3 മണിക്കൂറാണോ? അസാഅത്തൈനി 2 മണിക്കൂറാണോ? നിംത, നീ ഉറങ്ങിയത് അം സലാസ സാഅത്തിൻ, അതോ 3 മണിക്കൂറാണോ? എവിടെ ഉറപ്പുകള്? ഒന്ന് സാഅത്തൈനി. രണ്ടാമത്തെ ഉറപ്പോ സാഅത്തിൻ. സലാസ അല്ല, സാഅത്തിൻ. ഐന മഖസ്ത, എവിടെ ചങ്ങാതി നീ താമസിച്ചത്? ഹാദിഹിൽ മുദ്ദത്ത, ഈ കാലം അത്രയും നീ എവിടെയാണ് താമസിച്ചത്? എന്നുള്ളത് അതതിന്റെ ഇതിൽ വരുമോ? ഉണ്ട്. സാഅത്ത് എന്നുള്ളത് പെണ്ണായതുകൊണ്ടാണ് എന്തായത്? അല്ല, ഞാൻ ചോദിച്ചത് ഈ മറ്റേ അതത് പകരമായിട്ട് വരുന്ന അങ്ങനെ അതിലില്ല. അതിന് വരും, സലാത്ത സാഅത്തിന് വരും. സാഅത്ത് എന്നുള്ള ദർഫിന്റെ പകരാണ് ആര്? മഫൂല് മുഖദ്ദമാണ്. അത് ഏത്? എന്നുള്ളത് മഫൂല് മുഖദ്ദമാണ്. അതിന്റെ നിംത എന്നുള്ളതിന്റെ മഫൂല് ഫീഹി മുഖദ്ദമാണ്. അയിമക്ക അത്ഫാണ് ഏത്? അം സലാത്ത. അങ്ങനെ സാഅത്തൈനി മൻസൂബാണ്. മൻസൂബും ബിൽ യായി ആണ്. ഐന മഖസ്ത, നീ എവിടെയാണ് താമസിച്ചത്? ആദിയിൽ മുദ്ദത്ത, ഈ സമയം അത്രയും. മുദ്ദത്ത് കാലം, ദർഫ് സമാന മക്കാന സമാന്. ആ മുദ്ദത്ത് എന്നുള്ള ദർഫിന് പകരാണ് ആര്? അവിടെ കട്ടെ. ബിസ്മില്ലാ.